ജീവിതത്തിൽ ആദ്യമായിട്ട് അഖിൽമാരാർ നോട്ട് ചെയ്തതിൽ എനിക്ക് അപമാനം, എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. ജാൻമണിക്ക് കൊടുത്തിരുന്ന ആ ഒരു കമന്റ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഞാൻ ഇവിടെ കൊടുക്കാം, ഒന്ന് ജസ്റ്റ് വായിക്കുകയും ചെയ്യാം. അല്ലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് കേട്ടോ. അയ്യോ, പറഞ്ഞ പോലെ ജാൻമണി ആരാണ്? ബിസിനസ് ക്ലാസ് ആണല്ലോ. സിനിമ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്ന മണിക്ക് ആ സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന എഴുത്തുകാരന്റെയും സംവിധായകന്റെയും ഏഴയലത്ത് വന്ന് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? വല്ലവളും പറയുന്നത് കേട്ട് തുള്ളാൻ നിൽക്കരുത്. നീ കാരണം കേരളത്തിൽ അപമാനിക്കപ്പെട്ടത് ട്രാൻസ് കമ്മ്യൂണിറ്റി കൂടിയാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെയും കൂടെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡയലോഗ് അഖിൽമാരാർ കമന്റ് ചെയ്തേക്കുന്നത്. ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്നവരുടെ ക്ലാസ് കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ തപ്പിത്തടഞ്ഞു പറയുന്ന മലയാളം പോലും പിന്നെ വായിൽ നിന്ന് വരില്ല. ബഹുമാനപ്പെട്ട അഖിൽമാരാർ, അങ്ങ് ആരാണ്? അതായത് എഴുത്തുകാരന്റെയും സംവിധായകന്റെയും ഒന്നും ഏഴെഴുത്ത് വന്ന് നിൽക്കാൻ യോഗ്യതയില്ലാതെ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്ന ആളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാണ് അപമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ സിനിമയിലും ജോലി ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ എല്ലാവരെയും, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം അപമാനിക്കുന്ന തരത്തിലാണ് അഖിൽമാരാർ അവിടെ കമന്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ പറയാൻ നീ ആരാന്ന് എന്നോട് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും അദ്ദേഹത്തിന്റെ ഫാൻസ്. എന്നാലും നിങ്ങൾ ആ അന്തം ഫാൻസ് ആവാതെ ആ ഒരു അതിൽ നിന്നൊന്ന് പുറത്ത് കടന്നിട്ടൊന്ന് ചിന്തിക്കേ. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള യോഗ്യതയില്ലേ? ജാൻമണി എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു കമന്റ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ മൊത്തത്തിലല്ലേ അപമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം വലിയ സംവിധായകനും അഖിൽമാരാർ വലിയ സംവിധായകനും ജാൻമണി പോലുള്ള ഒരു വ്യക്തി ആർട്ടിസ്റ്റുകളുടെ എച്ചില്, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ നിന്ന് ജീവിക്കുക, ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തുടച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. താങ്കൾ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, സംവിധായകനൊക്കെ ആകുന്നതിന് മുൻപേ മാങ്ങ വിൽക്കലായിരുന്നു എൻ്റെ പണി. അപ്പം വേണമെങ്കിൽ ആളുകൾക്കൊക്കെ പറയാലോ, ഈ മാങ്ങയൊക്കെ വിറ്റ് നടക്കുന്ന ആൾക്ക് സംവിധായകനാകാൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ വന്ന് ആർട്ടിസ്റ്റിന്റെ അടുത്ത് വന്ന് നിൽക്കാൻ എന്ത് യോഗ്യത ഉണ്ടെന്ന് താങ്കളോട് ആരെങ്കിലും ചോദിച്ചോ? അല്ലെങ്കിൽ നാരങ്ങാവെള്ളം അടിച്ച കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. എല്ലാ ജോലിയും അതൊക്കെ നമ്മൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അതെല്ലാം വളരെയധികം നല്ലൊരു ജോലി തന്നെയാണ്. അല്ലാതെ ഇങ്ങനെ ജോലിയുടെ പേരിൽ ആളുകളെ തരം താഴ്ത്താതെ ഇരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇപ്പം നേരത്തെ ജാൻമണി പറയുന്നുണ്ടായിരുന്നു, നോറെ പുച്ഛിച്ചിരുന്നു, ഞാനൊക്കെ ബിസിനസ് ക്ലാസ് ആണ്. അപ്പൊ നോറെ പുച്ഛിക്കേണ്ട ആവശ്യം ജാൻമണിക്കില്ല. അങ്ങനെയാണെങ്കിൽ ജാൻമണി അഖിൽമാരാറുമായിട്ട് എന്താണ് വ്യത്യാസം? പിന്നെയും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവൻ എന്നൊക്കെ വിളിക്കാൻ ഞാൻ ദാസല്ല. അയ്യോ, പറഞ്ഞ പോലെ ജാൻമണി ആരാണ്? ബിസിനസ് ക്ലാസ് ആണല്ലോ. ഇവൻ എന്നൊക്കെ വിളിക്കാനായിട്ട് ഞാൻ ദാസല്ല. താങ്കൾ എന്താണ് ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ബഹുമാനപ്പെട്ട അഖിൽമാരാർ, റിനോഷ് എത്ര മാന്യതയോട് കൂടിയിട്ടാണ് താങ്കളെ അഭിസംബോധന ചെയ്തത്? അഖിൽ ബ്രോ, അല്ലെങ്കിൽ അഖിൽമാരാർ, ശ്രീ അഖിൽമാരാർ എന്നൊക്കെയല്ലേ അദ്ദേഹം വിളിച്ചത്. എന്നിട്ട് അദ്ദേഹത്തെ താങ്കൾ എന്താണ് തിരിച്ചു വിളിച്ചത്? മണ്ടൻ, നാപ്പൻ, അല്ലെങ്കിൽ കുണുവാവ. താങ്കൾ ആളുകളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? നമ്മൾ ആളുകളെ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് തിരിച്ച് റെസ്പെക്ട് കിട്ടുകയുള്ളൂ. ജാൻമണിയോ അല്ലെങ്കിൽ ആരോ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു റിപ്ലൈ താങ്കളുടെ ഭാഗത്ത് കൊടുക്കേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് താങ്കൾ ഒന്ന് ഇരുത്തി ചിന്തിക്കൂ. ഇതൊക്കെ പറയാന്ന് വെച്ചാൽ താങ്കളുടെ അക്കൗണ്ട് ബോട്ടുകൾ വരുന്നു എന്ന് പറഞ്ഞിട്ടോ എന്തോ കാരണങ്ങൾ കൊണ്ട് താങ്കൾ പ്രൈവറ്റ് ആക്കി വെച്ചേക്കുവാണല്ലോ എന്ന് കമന്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ, താങ്കൾ ഈ തൻ്റെ അടുത്തോട് കൂടിയിട്ട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ചങ്കൂറ്റം എന്ന് പറഞ്ഞ് കമന്റ് ഇട്ട ആളാണ് ഞാനൊക്കെ. എനിക്കത് കണ്ടിട്ട് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ഇപ്പോൾ താങ്കൾ ഇറങ്ങി പുറപ്പെട്ടത് ഒരു നല്ല കാര്യത്തിന് തന്നെയാണ്. അതായത് BBയിൽ കാസ്റ്റിംഗ് കൗച്ചിങ് നടക്കുന്നുണ്ട്. പിന്നെ സിബിന് നേരിട്ടത് വളരെയധികം വേദനാജനകം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതൊക്കെ BB ടീം ഒന്ന് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഡിസ്നി ഹോട്ട്സ്റ്റാർ ഇതിനെതിരെ ഒന്ന് അന്വേഷിക്കണം എന്നൊന്ന് മര്യാദയ്ക്ക് വന്ന് പറഞ്ഞാൽ മതി. അതിന് താങ്കൾ ഉപയോഗിക്കുന്ന വേർഡ്, ജുനൈസ് എന്തെങ്കിലും താങ്കളെ പറഞ്ഞോ? വെറുതെ ജുനൈസിന്റെ പേര് വലിച്ചിഴയ്ക്കുന്നു, ശോഭയുടെ പേര് വലിച്ചിഴയ്ക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അഖിൽമാരാറാണ് ഏറെ കയറിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു വിഷയങ്ങളിലൊക്കെ താങ്കൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ വന്ന് മാപ്പ് പറയുന്ന ഒരു വീഡിയോയും കൂടി ഞങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുകയാണ്. അപ്പം അഭിപ്രായം ചീത്ത വിളിക്കാതെ നിങ്ങളൊന്ന് കേട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു കമന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം ഒന്ന് അഭിപ്രായമായിട്ട് കമന്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വിയോ.